തഫ്സീർ റൂഹുൽ ബയാനിൽ കാണാം, ഒരാൾ സൂറത്തു ത്വാഹ പാരായണം ചെയ്തതിന് ശേഷം ഉറങ്ങിപ്പോയി. മൂപ്പര് ഒരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിലുള്ളത് ഒരു ഏട് പിടിച്ചിട്ട് ഒരാളാണ്. ആ ഏട് ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ സൂറത്തു ത്വാഹ പകർത്തി എഴുതിയിട്ടുണ്ട്. അവരോട് ചോദിച്ചു, നിങ്ങളാരാ? ഞാൻ നിങ്ങൾ ഓതിയ സൂറത്തു ത്വാഹ എഴുതി വെക്കുന്ന ആളാണ്, മലക്കാണ്. ഓരോ പദത്തിൻ്റെയും താഴെ 10 10 10 10 അതെന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങളുടെ ഓരോ വാക്കിൻ്റെയും അക്ഷരങ്ങളുടെയും കൂലി 10 10 10 10 എന്ന് എഴുതിയതാണ്. അല്ല, ഇടയിൽ ഒന്നും കൂലി എഴുതിയിട്ട് കാണുന്നില്ലല്ലോ, ബ്ലാങ്ക് ആണല്ലോ, അതെന്തേന്ന് വെച്ചു. അത് നിങ്ങൾ സൂറത്തു ത്വാഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ വീടിൻ്റെ ജനലിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ പുറത്തൂടെ ആരോ പോകുന്നത് നിഴൽ നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിങ്ങൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് ഓതി. അയാൾ കേൾക്കാൻ ആ 2 വരി പോയിനെന്ന്. അപ്പോൾ പതാകയൊക്കെ കെട്ടുമ്പോൾ ജില്ലാ സ്റ്റേറ്റ് നേതാക്കളൊക്കെ ക്യാബിനറ്റ് കഴിഞ്ഞ് വരുമ്പോൾ അവർ കാണുന്നതിലെല്ലാം നമുക്ക് സന്തോഷം വേണ്ടത്. നമ്മളെ റബ്ബ് നേരത്തെ കാണുന്നുണ്ട്. ആ ബോധം നമുക്ക് വേണ്ടത്. ശരിക്കും നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കേണ്ടത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ ദുആ കിട്ടാനൊന്നല്ല. അതൊരു ആരിലായ കാരണം നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. അപ്പോൾ ദുആ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അള്ളാഹ് നമ്മളെ രക്ഷപ്പെടുത്തും. അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യും. അത് അള്ളാഹ് ഏറ്റെടുക്കും. അള്ളാഹ്ക്ക് അറിയാലോ നമ്മളെ മനസ്സ്, അള്ളാഹു ഏറ്റെടുക്കും. അതിന് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും. അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ലാതെ പണിയെടുത്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, എത്ര പൊടിപൂര പ്രഭാഷണം നടത്തിയാലും സംഘാടന വഹിച്ചാലും സ്വതക്കം കൊടുത്താലും ആ റിസൾട്ട് സമൂഹത്തിന് ചിലപ്പോൾ ഉണ്ടെങ്കിലും അയാളിൽ ഒരു പൊടി തഖ്വ വർദ്ധിക്കൂല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതാണ് ഷഹറാൻ ഇമാമ് തന്നെ അവിടുത്തെ ഉസ്താദായ ഇബ്രാഹിമുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് വിശദീകരിക്കുന്നതാണ്. നമ്മളെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ മഹാൻ പരിചയപ്പെടുത്തുന്നത്. എന്താണ് ആ ഹദീസ്? ഇന്നല്ലാഹ യുഅയ്യിദു ഹാദ ദീന ബിയദിൽ ഫാജിർ. തമ്മാടിയുടെ കൈ കൊണ്ടും ഈ ദീനിന് ശക്തി ഉണ്ടാവും. ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒരുപാട് സ്വതക്ക ദീന് ഒരുപാട് ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതുകൊണ്ടൊന്നും ഭയങ്കര സംഭവമായിട്ട് തോന്നരുത് നമുക്ക്. പിന്നെ തമ്മാടിയുടെ കൈ കൊണ്ട് ഈ ദീനിനെ അള്ളാഹ് ശക്തിപ്പെടുത്തും. അള്ളാഹുവിന് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ദീന് നിലനിർത്തണം എന്നൊരു തീരുമാനമുണ്ട്. അത് മുത്തഖീങ്ങളെ കൊണ്ടേ നിലനിർത്തുള്ളൂ എന്നൊന്നും അള്ളാഹ് തീരുമാനം എടുത്തിട്ടില്ല. അത് ആരെ കൊണ്ടും നിലനിർത്തും. നമ്മളിൽ ഫലം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സമരത്തിൽ പങ്കെടുത്ത ഒരാൾ, അയാളുടെ സജീവ സാന്നിധ്യം കണ്ടപ്പോൾ പുറത്തു നിന്നുള്ള സ്വഹാബത്ത് വോളണ്ടിയേഴ്സ് പറഞ്ഞു, എന്ത് സജീവത റഹ്മാനെ. കണ്ടോ, ക്യാമറകൾ മുന്നിലെത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ചരിത്രം ഈ പറയണത്. എന്തൊരു സജീവത. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരീക്ഷകനാണല്ലോ. റസൂൽ പറഞ്ഞു, ഓവറാക്കണ്ട, ഹുവ ഫിന്നാർ, ഇവര് നരകത്തിലാണ്, ഇവര് നരകത്തിലാണ്, ഓവറാക്കണ്ട. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ നിരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ യുദ്ധത്തിനിടയിൽ മൂപ്പരിക്കൊരു ചെറിയ മുറിവ് പറ്റി. യുദ്ധത്തിൽ പിന്നെ പയമ്പൊരി ഒന്നല്ലല്ലോ കിട്ടില്ല, മുറിവൊക്കെ തന്നെയാ. ദീനീ പ്രവർത്തകർക്ക് കുറച്ച് കഷ്ടപ്പാടൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഒരു മുറിവ് പറ്റി. ആ സമയത്ത് മൂപ്പൻ എന്താ ചെയ്തെന്നറിയാം? മൂപ്പരെ വാള് കുത്തനെ വെച്ചിട്ട് അതിലേക്ക് ജമ്പ് ചെയ്ത് ആത്മഹത്യ ചെയ്തു. കൗൺസിലിന് ചൂടായതിന്റെ പേരിൽ ഗ്രൂപ്പ് ഒന്ന് ലെഫ്റ്റ് അടിച്ചു എന്ന് മലയാളം. അങ്ങനെ ഉണ്ടാവും ചില ആൾക്ക്. ആരെങ്കിലും ഒന്ന് ചൂടായാൽ ഞാനില്ല, എന്തിനാ മറ്റു പറഞ്ഞ. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ദമ്മും മധുഹും മൂപ്പര് മെയിൻറ്റെയിൻ ചെയ്യൂല. മൂപ്പര് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് പണിയെടുത്തത്. അള്ളാഹുവിന് വേണ്ടി പണിയെടുത്ത ആളുടെ റിസൾട്ട് ഏതെങ്കിലും ഒരു കാലത്ത് അള്ളാഹു കൊണ്ടുവരും. വളരെ നിഷ്കളങ്കനായ ഒരാളുടെ ചരിത്രം പറയുന്നുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. എന്താ ചരിത്രം? അയാൾ അള്ളാഹുവിന് വേണ്ടി സ്വതക്ക ചെയ്യണം എന്ന് കരുതി അയാളെ ചിന്ത, സ്വതക്ക കിട്ടുന്ന ആളെ എന്നെ അറിയരുത്, വേറെ ആരും അറിയരുത് എന്നല്ല, സ്വതക്ക കിട്ടുന്ന ആൾ പോലും അറിയണ്ട എന്ന് കരുതിയിട്ട് ഒരു സഞ്ചിയിൽ കുറച്ച് സ്വർണ്ണ നാണയം എടുത്ത് കെട്ടി ബന്ധാക്കിയിട്ട് നല്ല ഇരുട്ടായ അർദ്ധരാത്രി മൂപ്പര് പോയി. അങ്ങനെ ഒരാളുടെ കയ്യിൽ കെട്ടി കൊടുത്തിട്ട് വേഗം തിരിച്ചു വന്നു. പിറ്റേന്ന് നാട്ടുകാർ ട്രോളോടെ ട്രോള്. ഇവരാണ് കൊടുത്തതെന്ന് അറിയില്ല, എന്നാലും മൊത്തത്തിൽ ഒരു ട്രോള്. എന്താ ട്രോള്? ഇന്നലെ ഒരു പെരും കള്ളനാരോ സ്വതക്ക കൊടുത്തിട്ടുണ്ട്. അത് ഇയാൾ കേട്ടപ്പോൾ ആദ്യം ഒന്ന് വിഷമായി, പിന്നെ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് തന്നത് റബ്ബെ, നീ എന്താന്ന് വെച്ചാൽ മട്ടത്തിൽ ചെയ്താളി.
എനിക്കതൊന്നും അറിയണ്ടാവും. ഒരു നിഷ്കളങ്കമായി പറഞ്ഞു. രണ്ടാമത്തെ ദിവസം മൂപ്പര് സ്വതക്ക ചെയ്തു, കൊടുത്തിട്ട് വേഗം തിരിച്ചു വന്നു. അപ്പൊ നാട്ടിൽ ഇന്നലത്തേനേക്കാൾ ട്രോള്. എന്താ, നാട്ടിലെ അറിയപ്പെട്ട വ്യഭിചാരി പെണ്ണിന് ആരോ സ്വതക്ക കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം മൂപ്പര് പറഞ്ഞു, ഞാൻ ഈ പണി നിർത്തുമൊന്നും ചെയ്യില്ല, ആര് കളിയാക്കിയാലും. പിന്നെ നീ അവിടെ പോയിട്ട് എത്ര സംസാരിച്ചിട്ട് എന്താ വേണ്ടി, ആ യൂണിറ്റിൽ ആ പദ്ധതി പൂർത്തിയായിട്ടാണെന്ന് പറഞ്ഞ് ചില ആള് ഒരു പദ്ധതിയെ തൊട്ടടുത്ത പദ്ധതിയെ കൊണ്ട് വിലയിരുത്ത വരുന്നവരുണ്ടാവും. അതൊന്നും ഒരു മൈൻഡ് ആക്കിയിട്ടില്ല. ഒരു മൂന്നാമത്തെ ദിവസവും സ്വതക്കം എടുത്തിട്ട് പോയി ഒരാൾക്ക് കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പോൾ കിട്ടിയത് ഒരു പണക്കാരൻ. അയാളാണെങ്കിൽ ലോക പിശുക്കനാ, നാട്ടുകാർ കളിയാക്കാൻ തുടങ്ങി. പിശുക്കനായ പണക്കാരന് സ്വതക്കം കൊടുത്തു. അള്ളാഹു റിസൾട്ട് കൊടുക്കുന്ന കോല എന്താ പറയുക, ഈ പണക്കാരൻ ചിന്തിക്കുകയാണ്, എന്നെക്കാൾ വലിയ പണക്കാർ ഈ നാട്ടിലില്ല. ഞാനായിരിക്കും സ്വതക്ക ചെയ്യാത്ത പിശുക്കനാന്ന് മാത്രമല്ല, എനിക്ക് പണത്തോട് ഭയങ്കര ആർത്തിയുണ്ടെന്ന് മാത്രമല്ല, അതൊക്കെ എൻ്റെ വളരെ മോശം ഗുണങ്ങളാണ്, പ്രശ്നമാണ് ശരി. പക്ഷേ എന്നെക്കാൾ പണം കുറഞ്ഞ ആള് സ്വതക്ക ചെയ്യുന്നു മാത്രമല്ല, അയാൾ ആരും അറിയാതെ എനിക്ക് എന്നെ സ്വതക്ക എന്നല്ലോ, എന്നെ എന്തിനാ കൊള്ളൽ എന്ന് വിചാരിച്ചിട്ട് ആ രാത്രിയോടെ അയാളെ പിശുക്ക് നിർത്തിയിട്ട് പിന്നെ ഭയങ്കര ധർമ്മിഷ്ഠനായി. റിസൾട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുത്തവരുടെ. എന്താ ആഖിറത്തിലുള്ളത്? ഇതന്നെ ഏറ്റവും വലിയ ഇബാദത്ത്. നിങ്ങൾക്കറിയുന്ന ഏറ്റവും വലിയ ഒരു മഹദിയുടെ പേര് വേണമെങ്കിൽ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുത്തയച്ചാൽ നിങ്ങൾ എഴുതുന്ന മഹദിയുടെ പേരുകൾ ഞാൻ ഇങ്ങനെ ഒന്ന് വായിക്കാം. അതിൽ കാണാം റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. ഓരോ പരിപാടി ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭർത്താവിനോട് ചോദിക്കും, ഇന്ന് നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടോ? പിന്നെ ആവശ്യമില്ലാതെ പിന്നെ വെറുതെ പെണ്ണ് കെട്ടണോ? അങ്ങനെ തൻ്റെ ഭർത്താവിൻ്റെ ആവശ്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുത്ത് ഭർത്താവ് ഉറങ്ങിയാൽ ഭാര്യ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയായി പിന്നെ സുബി വരെ ഇബാദത്ത്. ഇതാ റാബിയ ബീവിയുടെ ജീവിതം. അല്ലാതെ നീ വരുന്നില്ലേ, നിങ്ങൾക്ക് അടുത്തോളി അങ്ങ് ചൊല്ലാനുണ്ട്, ഈ ഓൺലൈൻ യൂണിവേഴ്സിറ്റി തുടങ്ങിയ കോഴ്സാണത്. അത് ശരിയല്ല. കുടുംബജീവിതത്തെ തകർക്കുന്ന ഒരു പദ്ധതിയിലും നമ്മൾ പെടരുത്. ഇത് ബസ്രയിലുള്ള മഹദിയാണ് റാബിയത്തുൽ അദവിയ എന്ന് പറഞ്ഞാൽ. ഇനി ഷാമിൽ ഇതേ പേരിൽ സൂഫി വനിതകളിൽ പ്രധാനിയാണ് റാബിയത്തു ഷാമിയ റളിയല്ലാഹു അൻഹ. ആ മഹദിയുടെയും പരിപാടി തന്നെ. അത്വബഖാത്തുൽ വുസ്തയിൽ ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭാര്യ ഈ മഹദി കുളിച്ച് വൃത്തിയായി ഭർത്താവ് ആകർഷിക്കുന്ന വിധത്തിലുള്ള നല്ല ഡ്രസ്സ് ധരിച്ചിട്ട് ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകും. അതിൻ്റെ ഷറഹ് എഴുതുമ്പോൾ എഴുതേണ്ടത് കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായി ഒഴിവാക്കുന്നു. അതാണ് അതിൻ്റെ ഷറഹിൽ വരേണ്ട വ്യാഖ്യാനം. ഇതുവരെ അത് ആരും എഴുതിയിട്ടില്ല. അങ്ങനെ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ വക ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. എപ്പോഴും ഭർത്താവിൻ്റെ മുമ്പിൽ സുന്ദരിയായിട്ട് നിൽക്കണം. അത് സുന്നത്താണ്. ഉഖൂദുൽ ലജീൻ ഫി ബയാനി ഹുഖൂഖി സൗജൈൻ എന്ന കിതാബിൽ വിശദമായി അത് പറയുന്നുണ്ട്. അങ്ങനെ ഭർത്താവിനോട് ചോദിക്കും, ആ പിന്നെ നിന്നെ ആവശ്യമുള്ളതുകൊണ്ടല്ലേ. അങ്ങനെ സുബിഹി വരെ ഭർത്താവുമായി സുഖിക്കും. ഭർത്താവ് ഇല്ല എനിക്ക് ഇന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റൂമിൽ നിസ്കരിക്കാൻ തുടങ്ങിയ ചുരുണ്ടുകൂടി ഉറങ്ങലല്ല റാബിയത്തു ഷാമിയ ബീവിയുടെ ചരിത്രം. അപ്പുറത്തെ റൂമിൽ പോവും, ഇബാദത്ത് ചെയ്യും. ഇതാണ് ശരിക്കും മുസ്ലിം ജീവിതം. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു ജീവിത സ്റ്റൈല് എന്ന് പറയുന്നത്. ഇതിലപ്പുറത്തേക്ക് നമ്മൾ സഞ്ചരിക്കാൻ പാടില്ല. ഭാര്യയില്ല, ഭർത്താവില്ല, കുടുംബമില്ല, അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാർ അജ്മീർ, മുത്തുപ്പട്ട, നാഗൂർ സിയാർത്തോടെ സിയാർത്ത്. അല്ലടെ നീ ഭാര്യനും വേണ്ടി അത് ഞാൻ ഓളെ അള്ളാഹുവിന് വിട്ടുകൊടുത്ത് തവക്കുലാക്കീന്. എന്നാൽ പിന്നെ നീ പെണ്ണെട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഓളെ നേരത്തെ തന്നെ അള്ള നോക്കുന്നുണ്ടായിനല്ലോ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു എനിക്ക് ദ്വാരക്കണം എന്ന്. ഈസാ നബി പറഞ്ഞു ആ ദ്വാരക്കലൊക്കെ ദ്വാരക്കാം, നിനക്കെന്താ ജോലി? മറുപടി ഞാനിങ്ങനെ ഇബാദത്തും കാര്യമായിട്ട് നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഉണ്ടല്ലോ, ചില ആൾ സിയാർത്തും കാര്യമായിട്ട് നടക്കും. അപ്പം നീ എങ്ങനെയാ ഫുഡ് കഴിക്കണത്? അത് എൻ്റെ സഹോദരൻ കുറച്ച് പോക്കറ്റ് പണിയൊക്കെ തരുമെന്ന്. അയാളെന്താ ജോലി? അയാൾ നല്ല ജോലിക്ക് പോകും, മുപ്പര് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കുറച്ച് എനിക്കും തരുമെന്ന്. ഈസാ നബി അലൈഹി സ്വലാം നിലപാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വഹു അഅബദു മിങ്ക, അയാളാണ് അള്ളാഹ്ക്ക് നിന്നേക്കാൾ ഇഷ്ടപ്പെട്ട ആള്. കണ്ടോ? അപ്പൊ ഇതൊക്കെ ഇബാദത്താണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഇബാദത്ത് സ്ഥിരം കൊണ്ട് നടക്കാൻ നോക്കണം. ഒരു ഫാത്തിഹ എപ്പോഴും ജീലാനി തങ്ങൾക്ക് ഓതുന്നുണ്ട്, അത് കൊണ്ട് നടക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഇബാദത്ത്, അത് കൃത്യം കൊണ്ട് നടന്നാൽ നമ്മളും ജീലാനി തങ്ങളും നല്ല ബന്ധമായിരിക്കും. അല്ലാതെ ജീലാനി അനുസ്മരണ പ്രഭാഷണം കേൾക്കുമ്പോൾ സ്പാർക്കായിട്ട് ഡെയിലി 5 യാസീനെങ്കിലും ബഗ്ദാദിലേക്ക് വിടണമെന്ന്. ഓക്കെ, തുടങ്ങി 2 ദിവസം ഭയങ്കര. അപ്പോൾ ജീലാനി തങ്ങൾ സജീവമായിട്ട് വന്ന്
പിന്നെ മൂപ്പര് നോക്കുമ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഡൗൺ ആയി. പിന്നെ മൂപ്പര് ഉണ്ടാവില്ല. ജീലാനി തങ്ങൾക്ക് ഇത് എടുത്ത് പോയി കുറേ നേരം വെയിറ്റ് ചെയ്ത്. അതാണ് നവവീമാൻ പറഞ്ഞത്, നന്മ എഴുതുന്ന മലക്കളുമായി സ്ഥിരം ബന്ധമുണ്ടാക്കാനുള്ള വഴിയാണ് ചെയ്യുന്ന ഈ ബാത്ത് സ്ഥിരം ചെയ്യുക. അത് എത്ര കുറച്ചാണെങ്കിലും ശരി. റബീഉൽ അവ്വൽ വരുന്നത് കുറച്ചാണെങ്കിലും ഡെയിലി മൗലിദിന്റെ ഒരു ഭാഗമെങ്കിലും ചെല്ലുക, കൊണ്ട് നടക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അബ്ദുള്ളമാരുടെ രണ്ടാമത്തെ അടയാളം, അവർക്ക് ഉള്ളിന്റെ ഉള്ളിൽ എപ്പോഴും പേടിയായിരിക്കും. അത് ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു പേടി ഉണ്ടാവും. എന്തു പേടി? ഏത് നിഅമത്ത് കിട്ടുമ്പോഴാണ് അവർക്ക് പേടി കൂടുക. എന്ത് നിഅമത്ത് കിട്ടുമ്പോൾ അവർ പേടിക്കും. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ സദസ്സിൽ എന്താ ഇത്ര ആള് കൂടുന്നത്? അങ്ങനെ പറഞ്ഞാല് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എത്ര വ്യൂവേഴ്സ്, അതേ സമയത്ത് നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുമ്പോൾ അത്ര കിട്ടുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തിന്റെ പുതിയ കാലഭാഷ. അതിന് മഹാന്റെ മറുപടി എന്താ അറിയാം? അത് ഇസ്തിദ്റാജാണോ എന്ന് എനിക്ക് പേടിയുണ്ട്, അള്ളാഹ് നിഅമത്ത് തന്നിട്ട് പരീക്ഷിക്കുന്നതാണോ എന്ന് പേടിയുണ്ട്. ഇതാണ് അബ്ദുള്ളമാർക്ക് ഉണ്ടാവേണ്ട രണ്ടാമത്തെ ഗുണം. മക്കളൊക്കെ അൽഹംദുലില്ലാഹ് സെറ്റാണ്. 2 ആൾ പണ്ഡിതന്മാരാണ്, 3 ആൾ ഡോക്ടേഴ്സാണ്. എല്ലാവരും കെട്ടിച്ചു, നല്ല വീടുണ്ട്, വലിയ ഉസ്താമാരോട് ബന്ധമുണ്ട്, നല്ല വാഹനമുണ്ട്, സാമ്പത്തിക ഭദ്രത ഉണ്ട്, പ്രയാസങ്ങളൊന്നുമില്ല, എനിക്ക് ഷുഗറും പ്രഷറൊന്നുമില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം. ഈ നിഅമത്തുകൾ ഇവിടെ മുഴുവനും കിട്ടിയത് എന്നെ പരീക്ഷിക്കാനാണോ എന്ന പേടി വേണം. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ചൊരു മനുഷ്യൻ ഈമാനില്ലാണ്ട് മരിച്ചു പോയിട്ടുണ്ട്. സ്ഥിരം ഹജ്ജ് ക്ലാസ് എടുക്കുന്ന ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഈമാനില്ലാതെ മരിച്ചു പോയിട്ടുണ്ട്. എന്തിനാ അതൊക്കെ പറയണത്? ബൽഅം ബിൻ ബഊറ എന്ന് പറയുന്ന പണ്ഡിതന്റെ ലോകം എത്ര വിശാലമായിരുന്നു. മൂപ്പരൊരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ 12,000 മഷിക്കുപ്പികളിലെ മഷി കൊണ്ട് എഴുതാൻ മാത്രം വിവരത്തിന്റെ എൻസൈക്ലോപീഡിയ ആയിരുന്നു മൂപ്പര്. അർശ് നോക്കിയിട്ട് ഇൽമു പറയും മൂപ്പര്. അയാൾ ഈമാനില്ലാന്ന് മരിച്ചു. അയാളാ എപ്പോഴും ഏത് നിഅമത്ത് ബിരുദവും ബിരുദാനന്തര ബിരുദവും സ്ഥാനവും പൊസിഷനും എന്ത് ആദരവും കിട്ടുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ പേടിക്കണം. നമ്മൾ കണ്ടവരൊക്കെ ആദരിക്കുന്നത് ഇപ്പൊ അടുത്ത് വന്നൊരു കൾച്ചറാ. നല്ല പേടിക്കണം. നമ്മൾ ആദരിച്ചുകൊണ്ട് ഒരാൾക്ക് കിബർ വന്നാൽ നമ്മൾ കുറ്റക്കാരാവും. ഇക്റാമ് ചെയ്യേണ്ടവരെ ഇക്റാമ് ചെയ്യണം, പക്ഷെ കണ്ടോരും കേട്ടോരും ഇക്റാമ് ചെയ്തിട്ട് ആഖിറം കൊടുക്കരുത്. നമുക്ക് എപ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ പേടി വേണം. ഇപ്പൊ ഒരാൾ നമ്മളോട് പറയാ, ഉസ്താദിന്റെ പ്രസംഗം കേട്ടിട്ട് ഞാൻ നന്നായി എന്ന്. ചിലപ്പോ അയാൾ നന്നാവും, അതോടുകൂടി നമ്മൾ കെട്ടുപോകും. ഏതുപോലെ ഒരു മഹാൻ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ബേക്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ, അങ്ങനെ ഉണ്ടാവല്ലോ, വലിയ വലിയ ഉസ്താദ്മാരൊക്കെ ഇങ്ങനെ കാറെടുത്ത് പോകുമ്പോൾ ചില നാടന്മാരായ ചെക്കന്മാര്, ഓട്ടോ ഡ്രൈവർമാർ, മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങളായ തെരുവ് കച്ചവടക്കാര്, ഇങ്ങനെ എല്ലാക്കുന്ന പച്ചയായ മനുഷ്യന്മാര്, വളരെ സാധുക്കള്. അങ്ങനത്തെ ഒരു മനുഷ്യൻ ഇങ്ങനെ പോയപ്പോ കൂടെയുള്ള ഖാദിമ് എന്നിട്ട് അട്ടി ഓടിച്ചു. ആ മഹാൻ അള്ളാഹ് ഇട്ട് കൊടുക്കുന്ന തണൽ ഉടനെ തന്നെ അള്ളാഹു ഷിഫ്റ്റ് ചെയ്തിട്ട് ഇയാൾക്ക് കൊടുത്തിട്ട് ഇയാളെ മഹാനാക്കി. ആ സ്പോട്ടിൽ ഇവരുടെ എല്ലാ തണലും അള്ളാഹു ഡിലീറ്റ് ചെയ്തു. കണ്ടോ, അള്ളാഹുവാണ് ഒരാളെ ഉയർത്തുന്നതും താഴ്ത്തുന്നതും. സലീഖ എന്ന പെണ്ണ് കൊട്ടാരത്തിന്റെ അധിപതിയായിരുന്നില്ലേ? 3 കൊട്ടാരങ്ങളുടെ രാജ്ഞിയായിരുന്നില്ലേ? യൂസുഫ് നബി അലൈഹിസ്സലാം 13-ാം വയസ്സിൽ പൊട്ടക്കിണറ്റിലല്ലേ ഉണ്ടായിരുന്നത്? എന്നിട്ട് സിംഹാസനത്തിലേക്ക് എത്തിച്ചില്ലേ? ധനമന്ത്രിയാക്കിയില്ലേ? മിസ്റിലെ, ഈജിപ്തിലെ. അന്ന് ധനമന്ത്രിയായിട്ട് 200 പട്ടാളക്കാരുടെ കൂടെ കുതിര സവാരി നടത്തുകൊണ്ടിരിക്കുമ്പോൾ വഴിയോരത്തുനിന്ന് ഒരു പിച്ചക്കാരി ഇങ്ങനെ തളിയെടുത്തിട്ട് ചില്ലറെടുത്തിട്ട് എന്തേലും തരുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്രദ്ധിച്ചപ്പോൾ നോക്കിയപ്പോൾ അത് സലീഖയായിരുന്നു എന്ന് റൂഹുൽ ബയാനിൽ കാണാം. താഴെയുള്ള ആളെ മുകളിലും മുകളിലുള്ള ആളെ താഴെയൊക്കെ ഇറക്കാൻ അള്ളാഹ്ക്ക് കറക്റ്റ് അറിയാം. അത് കളിക്കാൻ നിൽക്കരുത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോഴേക്ക് സംഭവമാക്കരുത്. ഉസ്താദ് മന്ത്രിച്ച വെള്ളം കൊണ്ട് എൻ്റെ ഭാര്യൻ്റെ അസുഖം മാറി എന്ന് തോന്നുമ്പോൾ പറയുമ്പോൾ നമുക്കുള്ളിൽ കിബർ വരരുത്. അതാണ് ആര്യത്ത് സ്വലാത്തിന്റെ വർക്കത്താ. ആ വർക്കത്ത് നമ്മളെ വർക്കത്താക്കരുത്. പലപ്പോഴും യൂട്യൂബ് ചാനലുകാർ അത് സംഭവിക്കുന്നുണ്ട്. ഹദ്ദാദിന്റെ വർക്കത്ത് സ്വന്തം വർക്കത്താക്കരുത്. അത് ആ ദിക്റിന്റെ വർക്കത്താണ്. അത് ആ ദിക്റിന് വിട്ടുകൊടുക്കേണ്ടതാണ്. അതിൻ്റെ ഇടക്ക് ഞാനൊരു കാര്യം പറയാം.
നമ്മളെക്കുറിച്ച് നമ്മളെ ഭാര്യമാർക്ക് ആ കോൺഫിഡൻസ് ഉണ്ടാവും വേണം. എന്ത്, അപ്പോൾ നമ്മളോട് ഭാര്യ പറയണം ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട്, ഉസ്താദൊന്നാവണ്ട അലിമൊന്നാവണ്ട, ഒരു നല്ലൊരാളെ കൊണ്ട് ഈ വെള്ളം ഒന്ന് മന്ത്രിപ്പിക്കുമെന്ന്. അതിൻ്റെ അർത്ഥം മനസ്സിലായ നിങ്ങളൊന്നിനും കൊള്ളൂലോ. ഏറ്റവും ആദ്യം റാങ്ക് വാങ്ങേണ്ടത് ഭാര്യൻ്റെ അടുത്താണ്, നാട്ടുകാരുടെ അടുത്തുനിന്നല്ല. ആദ്യത്തെ റാങ്ക് കിട്ടേണ്ടത് ഹൈറുക്കും ഹൈറുക്കും ലിഅഹ്ലി, ഭാര്യൻ്റെ അടുത്ത്. വിഷയത്തിലേക്ക് തന്നെ വരാം. ഉള്ളിൻ്റെ ഉള്ളിൽ പേടി വേണം. നിങ്ങൾ നോക്കൂ, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ നിസ്കരിച്ച, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ നോമ്പോറ്റ, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ സമരത്തിൽ പങ്കെടുത്ത, സിദ്ദീഖ് റളിയല്ലാഹുവിനേക്കാൾ ഹദീസ് പിൽക്കാലക്കാർക്ക് കൊടുത്ത എത്ര സഹാബിമാര് ലോകത്തുണ്ട്. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സ്ഥാനം അവർക്ക് ആർക്കും ഇല്ലല്ലോ. എന്താ കാരണം? അതിന് രണ്ട് കാരണങ്ങളുണ്ട്. രണ്ട് കാരണങ്ങളിൽ ഒന്ന് അവരുടെ ഒരു സേവനം. സിദ്ദീഖ് റളിയല്ലാഹു ഖലീഫയായതിൻ്റെ അന്ന് ടെൻഷനായിട്ട് ഇങ്ങനെ പോവുക. ഈ ഉത്തരവാദിത്വം തലയിൽ വന്ന ടെൻഷനാവേണ്ടത്, അല്ലാതെ സോൺ ഭാരവാഹിയായതിൻ്റെ ഈ പോസ്റ്റർ നമ്മൾ തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇഖ്ലാസിന് വേണ്ടി ദ്വാരക്കാന്ന്. ആരാ സ്റ്റാറ്റസ് നോക്കലും? മലക്കളോ? നമ്മളെ ഫോട്ടോ നമ്മൾ തന്നെ സ്റ്റാറ്റസ് നോക്കലോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്താ നമുക്കൊക്കെ പറ്റിപ്പോയത്? ശരിക്കും ദീന് നടത്താനല്ലേ സംഘടന? അല്ല, സംഘടന നടത്താനാ ദീന്? നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ പേടി കൊണ്ട് ഇങ്ങനെ വിറക്കണം. സിദ്ദീഖ് റളിയല്ലാഹു ഇങ്ങനെ കരഞ്ഞിട്ട് പോകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് സൗണ്ട് കേൾക്കണത്. ഇന്നലെ വരെ ഒട്ടകത്തിനെ കറന്നു പാല് നമുക്ക് തന്നത് സിദ്ദീഖ് റളിയല്ലാഹു ആണ്. ഒരിപ്പം ഖലീഫയായല്ലോ, അതൊന്നും ഇനി ഒരിക്കൽ അതിനൊന്നും നേരം ഉണ്ടാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു അവിടെ പോയിട്ട് പറഞ്ഞു, ഇന്നലെ വരെ ഒട്ടകം കറന്ന നാൾ ഇന്നും വരും എന്ന് പറഞ്ഞാൽ സോണിലെത്തി എന്നതുകൊണ്ട് സ്വന്തം യൂണിറ്റിൻ്റെ സുന്നി വോയിസ് നോക്കാതിരിക്കൂല എന്ന് മലയാളം കേട്ടാ. അങ്ങനെ തന്നെ മലയാളം അങ്ങനെ തന്നെയല്ലേ വരിക? അതാണ് ഉസ്താദ് സമ്മതിച്ചു. തഖരീർ ഉസ്താദിന് എഴുതാൻ കൊടുക്കാം കേട്ടോ. ജാമിഉൽ ഉലൂം വൽ ഹികം ഫീ ശർഹി 50 ഹദീസൻ മിൻ ജവാമിഇൽ കലീം എന്ന കിതാബിലുണ്ട് ഈ ചരിത്രം. അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ റാങ്ക് 1 കിട്ടാനുള്ള ഒരു കാരണം. സേവനം, ഭയങ്കര സേവനം. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഹബത്ത്. സുബ്ഹാനല്ലാഹ്, സിദ്ദീഖ് റളിയല്ലാഹുവിന് വേറെ ഒരു ചിന്ത ഉണ്ടാവില്ല. മഹബത്ത് തലീക്കേറ്റിയ മഹാന. ശരിക്കും ഈ മഹബത്ത് നന്നായിട്ട് കയറിയാൽ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന മഹബത്തൊക്കെ മഹബത്താണോ എന്ന് മഹാന്മാരുടെ ചരിത്രം കേട്ട് നമ്മൾ ചിന്തിച്ചു പോകും. ഇനി വരുന്ന റബീഉൽ അവ്വലിൽ അപ്പുറത്തെ മഹല്ലുകാരുടെ ഘോഷയാത്രക്ക് കുതിര ഉണ്ടെങ്കിൽ എടുത്ത നാട്ടുകാർ ജിറാഫിനെങ്കിലും കൊണ്ടുവന്നിട്ട് മോശമാണ് അല്ലേ? അങ്ങനെയാണല്ലോ അല്ലേ? നമ്മളെ മഹബത്തിൻ്റെ സ്റ്റൈലൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലം. എത്തപ്പം മഹബത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മഹബത്തിന്റെ ടേം. നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാൾക്ക് വേണ്ടി നിന്റെ എല്ലാം കൊടുക്കുക. നിനക്കൊന്നും ബാക്കിയില്ലാത്ത വണ്ണം നീ എല്ലാം സമർപ്പിക്കുക. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു. ഗുഹയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വഹിച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ സിദ്ദീഖ് അങ്ങക്ക് ക്ഷീണമില്ലേ? ഉണ്ട്. പിന്നെന്താ വകവെക്കാത്തത്? അതിന് സിദ്ദീഖ് അങ്ങങ്ങളെ ഓർമ്മ തന്നെ ഇല്ല. അതാണ് മഹബത്ത്. മഹബൂബിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മഹബത്ത് തുടങ്ങുമ്പോൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ കയറുമ്പോൾ 3 ആളുണ്ടാവും. മഹബത്ത്, മഹബൂബ്, മൊഹിബ്. സ്നേഹിക്കുന്ന ആള്, സ്നേഹിക്കപ്പെടുന്ന ആള്, സ്നേഹം എന്ന പ്രോസസ്സ്. കുറച്ച് ഫറോക്കിലെത്തുമ്പോൾ തന്നെ സ്നേഹവും മഹബൂബും മൊഹിബും 3 ആളും കയറിയത് മൊഹിബ് ഡിലീറ്റ് ആവും, ബാക്കി 2 ആൾ മാത്രമാവും. പിന്നെ മൊഹിബ് ഉണ്ടാവില്ല. സ്നേഹിക്കുന്ന ആളെ എവിടെയും കാണുമല്ലോ. മുമ്പേ സ്നേഹം ഇങ്ങനെ പുറത്തേക്ക് വരും. സ്നേഹിക്കുന്ന ആൾക്ക് സ്നേഹിക്കുന്ന ആളെ ഓർമ്മ തന്നെ ഉണ്ടാവില്ല. അതാണ് ബുർദന്റെ 1-ാമത്തെ ഫസ്ലിൽ കാണുന്നത്. ബൂസരി ഇമാമിനെ തന്നെ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത്, തജ്രീദ് എന്നാണ് അറബിക് ലിറ്ററേച്ചറിൽ അതിന് പറയല്. ഇംഗ്ലീഷിൽ മെറ്റഫർ ഉണ്ടല്ലോ, ഇസ്തിആറത്ത്, അതിൻ്റെ ഒരു ഭാഗമാണത്. ഇങ്ങനെ പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ബൂസൂരിനെ കോടതി കയറ്റിയിട്ട് പുറത്തുള്ള ബൂസൂരി ഉള്ളിലുള്ള ബൂസൂരിനോട് ചോദിക്കുക, അമിൻ തദക്കുർ ജീറാനി ബി ദീസലം മസജത ദമഅൻ ജറാമിൻ മുഖലത്തിൻ ബിദമി. എത്താ ബൂസൂരി പറ്റിയത്? ഭയങ്കര കരച്ചിലാണല്ലോ. കരച്ചിലിങ്ങനെ ഊക്ക് കൂടിയിട്ട് കണ്ണിന്ന് വെള്ളം വരുന്നതോടൊപ്പം തന്നെ ബ്ലഡും കൂടി വരുന്നുണ്ടല്ലോ. മസജത ദമഅൻ ജറാമിൻ മുഖലത്തിൻ ബിദമി അം ഹബ്ബത്തി റീഹു മിൻ തിൽഖാഇ കാലിമ. ആ സൈഡിൽ നിന്ന് കാറ്റ് വീശുമ്പോഴാണെന്നല്ലോ നിനക്ക് കരച്ചിൽ കുറച്ച് കൂടുതൽ. പിന്നെ നിന്നോടൊന്നും പറയാനും കഴിയുന്നില്ലല്ലോ, എന്താ ഇപ്പം പറ്റിയത്? ഫമാലി ഐനൈക,
എന്താ നിന്റെ 2 കണ്ണിന് പറ്റിയത്? കുറച്ച് അനങ്ങാതിരിക്കൂ എന്ന് പറഞ്ഞാൽ തുരുതുരാ കരയാണ്. ഒന്നും മിണ്ടാതിരിക്കൂ, ടെൻഷൻ ആവല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തപിക്കുന്ന ഹൃദയമാണ്. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയും, ഒന്നും മിണ്ടു, ആദ്യം ഒന്നും മിണ്ടു. അയസബു സബ്ബു, നിനക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോ? സത്യം പറയും. അയസബു സബ്ബു അന്നൽ ഹുബ്ബ മുൻകദ്ദിമു, പ്രേമം ഒന്ന് അധികകാലം ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ പറയൂ. ഫകൈഫ തുൻകിറു ഹുബ്ബൻ, ഇത്രയെല്ലാം അടയാളം കണ്ട സ്ഥിതിക്ക് ഒന്നാമത് നിന്റെ ശരീരം മെലിനൊട്ടുന്നുണ്ട് ദിവസം കഴിയുന്തോറും. പിന്നെ ഉറക്കില്ലാത്തതുകൊണ്ട് ശരീരത്തിന് യെല്ലോ കളർ വരുന്നുണ്ട്. തിന്നലില്ല, കുടിക്കലില്ല, നിനക്ക് ശരീരത്തിന് ഒരു വിലയുമില്ല. എന്നിട്ട് നീ ഒന്നും മിണ്ടുന്നുമില്ല. നീ എത്ര കാലം ഇങ്ങനെ പിടിച്ചിക്കല്? ഫകൈഫ തുൻകിറു ഹുബ്ബൻ, ഈ തെളിവുകളൊക്കെ ഉണ്ടായ സ്ഥിതിക്ക് നീ എങ്ങനെ പ്രേമം നിഷേധിക്കല്? മിണ്ടു, പ്ലീസ് മിണ്ടു. അപ്പൊ ഒരു കോടതിയിലുള്ള ബൂസൂരി ഇമാം വായി തുറന്നിട്ട് പറഞ്ഞു, നഅം ഐ ഹാവ്, എനിക്കുണ്ട്. പ്രേമിക്കുന്ന എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഉറക്കത്തിൽ വന്നിട്ട് സ്വപ്നമായി ഉരുകിത്തീരോ എന്ന് പേടിച്ചിട്ട് ഉണർവിൽ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ ഇനി ഓരോ സംസാരം ഇങ്ങോട്ടേക്ക്. നിങ്ങൾ ഉപദേശിക്കുന്ന ഉപദേശമൊക്കെ ടോപ്പ് ഉപദേശമാണ്. തിന്നണം, കുടിക്കണം, ശരീരത്തെ നോക്കണം, കുറച്ചൊക്കെ സംഘടനാ പ്രവർത്തനമൊക്കെ നിർത്തി ഇനി കുറച്ച് ജീവിതത്തെ ശ്രദ്ധിച്ച് ബിസിനസ്, അതൊക്കെ നല്ല തന്നെ. പക്ഷേ പ്രേമം തലി കയറിയാൽ നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഇങ്ങോട്ട് കയറൂല. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട്, ഉറക്കൊയിനാൽ കാലുവേദന, കാലിന് നീര്, തലവേദന, മൈഗ്രെയിൻ്റെ പ്രശ്നം ആക്കെ ഉണ്ടാവില്ലേ? പ്രേമം തലി കയറിയാൽ പിന്നെ വേദനയൊന്നും ഉണ്ടാവില്ല. ഇതാണ് പ്രേമത്തിന്റെ ആദ്യ സ്റ്റെപ്പ്. നമ്മൾ ബുർദ ശരിക്കും പഠിക്കാണ്ട് ഒരു യാക്രമല്യാലോ അത് മാത്രമായതുകൊണ്ടാണ് ഇതൊന്നും പഠിക്കാതെ പോകുന്നത്.